ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നാരങ്ങ വെച്ചിട്ട് നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ കയ്പ്പ് ടേസ്റ്റ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ നമ്മുടെ പാന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടുകെണ്ണ ഒഴിച്ച് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാന്താരി സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊണ്ട് ഒരു ഭരണിയിലാക്കി സൂക്ഷിച്ചതാണ് കേട്ടോ ഇത്. അതിൽ വിനാഗിരി ഉപ്പും കൂടെ ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിനറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇനി ഇത് ഓരോന്നും രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു 3 വലിയ ബൾബ് വെളുത്തുള്ളി തൊളിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് തൊലി കളഞ്ഞ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കീറി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഉലുവയും കടുവാണ്. ഇത് വറുത്ത് പൊടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വറുത്തെടുക്കുക, എന്നിട്ട് ഒന്നിച്ച് ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. 2-3 ചെറിയ തൈന്ന് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് അച്ചാർ പൊടിയും പിന്നെ മുളക് പൊടിയും മാത്രമാണ് കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നാരങ്ങ ചെറുതാക്കി കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് കുറച്ച് ദിവസം നാരങ്ങ ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അച്ചാർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടും കേട്ടോ. ഒരു കയ്പ്പ് രസവും ഇല്ലാതെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് അച്ചാർ കഴിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ പാന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടുകെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകെണ്ണയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാന്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അച്ചാർ പൊടി മുളക് പൊടി കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത്. ഉലുവയും കടുകും വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 3ഉം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി എന്ന് പറഞ്ഞാല് നമ്മള് ഉപ്പും വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഓയിൽ തന്നെയാണ്, അത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ തിള വന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ നാരങ്ങ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ ജസ്റ്റ് ഒന്ന് കുക്ക് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വാങ്ങി വെക്കാം. എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം ഇത് ഭരണിയിലാക്കി സൂക്ഷിക്കാം കേട്ടോ. ഇത് തണുക്കുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് ഇത് കഴിച്ചു തുടങ്ങാം. ഒരു കയ്പ്പ് രസം ഉണ്ടാവില്ല, അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി 2 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് വാങ്ങി വെക്കാണ്. എത്ര വിധം അച്ചാറുകൾ ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് എപ്പോഴും നാരങ്ങ അച്ചാറും പൈനാപ്പിൾ അച്ചാറും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ, ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അച്ചാറാണിത്. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അച്ചാറൊക്കെ വലിയ സംഭവമാണെന്ന് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താ, ഉമ്മ അത്രയും കെയർ ചെയ്തിട്ട് ഉണ്ടാക്കി വെക്കണം.
പാത്രങ്ങളും നമ്മൾ എടുക്കുന്ന തവികളും പ്ലേറ്റുകളും എല്ലാം കെയർ ചെയ്യണം. കാരണം എന്താണെന്നോ, ഡ്രൈ ആയിട്ടില്ല, വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറൊക്കെ ഒരുപാട് നാൾ നമ്മൾ എടുത്തു വെക്കുന്നതല്ലേ. അപ്പൊ അതിൽ പൂപ്പലൊന്നും കയറാതെ ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.